ആരിഫിന് പിതാവിൽ നിന്ന് കൈമാറി കിട്ടിയതാണ് ഈ കാളവണ്ടി. 12 വർഷമായി ഇപ്പോൾ ഇതാണ് ആരിഫിന്റെ സ്ഥിരമായുള്ള വാഹനം. വളരെ ദൂരം പോകണമെങ്കിൽ മാത്രമാണ് മറ്റു വാഹനങ്ങൾ ഉപയോഗിക്കാറുള്ളൂ. എയർഹോണും ആധുനിക രീതിയിലുള്ള സീറ്റുമെല്ലാം ഒരുക്കിയിട്ടുണ്ട്. സുന്ദരന്മാരായ കാളക്കുട്ടന്മാർ. പെയിന്റടിച്ച് മനോഹരമാക്കിയ വാഹനം ഗ്രാമീണ വഴികളിലൂടെയും സംസ്ഥാന പാതയിലൂടെയും എല്ലാം പോകുമ്പോൾ ദൃശ്യങ്ങൾ പകർത്താനും സെൽഫി എടുക്കാനും നിരവധി പേരെത്തും. ഇന്ധനവിലയും ഒരു പ്രശ്നമല്ല ആരിഫിന്. അല്പം പരുത്തിക്കുരുവും പിണ്ണാക്കും മുതിരയും കാടിവെള്ളവും മാത്രമാണ് ഈ വണ്ടിയുടെ ഇന്ധനം. അൺലിമിറ്റഡ് മൈലേജും സൂപ്പർ പെർഫോമൻസും ഉണ്ടെന്നാണ് യുവാവിന്റെ ഭാഷ്യം. ഞാൻ എൻ്റെ സ്വന്തം മക്കളെ പോലെയാണ് നോക്കുന്നത്. മക്കളെ തന്നെയാണ് വിളിക്കുന്നതും. ഇഷ്ടവശ ഭക്ഷണം മുതിരയാണ്. പിന്നെ നമ്മൾ സാധാരണ നോർമലായിട്ട് വല്ല പഴം എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഈത്തപ്പഴം കൊടുക്കും. അതാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ ആരിഫിന് കുഞ്ഞുനാൾ മുതൽ കാളവണ്ടി എന്നാൽ ജീവനാണ്. വണ്ടിയുടെ ഭംഗി കണ്ട് ഏതാനും ഷോർട്ട് ഫിലിമുകളിലും അവസരം ലഭിച്ചിട്ടുണ്ട്. പല വിധത്തിലുള്ള ആധുനിക വാഹനങ്ങൾ വിപണിയിലുള്ളപ്പോൾ ആരിഫിന്റെ വാഹനത്തിന് ഒരു പ്രത്യേക ആകർഷണം ആളുകൾക്കിടയിലുണ്ട്. പഴമയിലേക്ക് തിരികെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ഈ കാളവണ്ടിയും. മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ. ലിഷോയ് നമുക്കൊപ്പമുണ്ട് തൃശ്ശൂർ. ലിഷോയ്, നല്ല രസമുള്ള കാളവണ്ടി സ്വാഭാവികമായിട്ടും സിനിമയ്ക്കുമൊക്കെ ഏറെ ആവശ്യമായി വരുന്നതുമായിരിക്കാം. എന്തായാലും ആരിഫ് അത് വളരെ ആസ്വദിച്ച് നന്നായി കൊണ്ട് നടക്കുന്നു അല്ലേ? പല ഘട്ടങ്ങളിൽ ഈ കാളവണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ആളുകളെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് പ്രധാനമായും ഈ ഇന്ധന വില വർധനവിനെതിരെ എല്ലാം തന്നെ പ്രതിഷേധിച്ചുകൊണ്ട് കാളവണ്ടിയിൽ യാത്ര ചെയ്യുന്ന, കുതിരയെ ഉപയോഗിക്കുന്ന, യാത്ര ചെയ്യാനായി ഉപയോഗിക്കുന്ന, അങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴേ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ആരിഫിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസമുണ്ട്. കാരണം വർഷങ്ങളായി ആരിഫ് ചെറിയ ദൂരത്തേക്കുള്ള യാത്രകളിലെല്ലാം തന്നെ ഈ കാളവണ്ടി തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. ജോലിക്ക് പോകുമ്പോൾ പരമാവധി അത് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. അങ്ങനെ പ്രത്യേക ഒരു ലക്ഷ്യത്തോടു കൂടിയൊന്നുമല്ല ഈ കാളവണ്ടിയോടുള്ള ഇഷ്ടം കൊണ്ടും അതുപോലെ തന്നെ വർഷങ്ങളായി ഈ കാളകളെല്ലാം തന്നെ പരിപാലിക്കുന്നതും ആരിഫ് തന്നെയാണ്. പിതാവിൻ്റെ കയ്യിൽ നിന്നും ഈ കൈമാറി കിട്ടിയതാണ് ഈ കാളവണ്ടി എന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും ഇത് കാണുമ്പോഴും ഈ കാണുന്ന ആളുകൾക്കെല്ലാം തന്നെ ഒരു പ്രത്യേക ഒരു ഇഷ്ടവുമുണ്ട്. കാരണം ഒരു പഴയ കാലത്തേക്ക് തിരിച്ചു പോകുന്ന രീതിക്കുള്ള ഒരു ഓർമ്മകളൊക്കെ ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ ഈ റോഡിലൂടെയെല്ലാം തന്നെ അത് പോകുമ്പോൾ ഗ്രാമപ്രദേശത്തൂടെ ആയാലും നഗരപ്രദേശത്തൂടെ ആയാലും അതിലൂടെയെല്ലാം തന്നെ ഈ കാളവണ്ടി പോകുമ്പോൾ അത് കാണാനും അത് ഫോട്ടോ എടുക്കാനും ഒക്കെ ആളുകൾക്കൊരു പ്രത്യേക ഇഷ്ടമൊക്കെ ഉണ്ട്. എന്തായാലും ഈ ആരിഫിൻ്റെയും കുടുംബത്തിൻ്റെയും ചെറിയ ദൂരങ്ങളിലേക്കുള്ള യാത്രകൾ എല്ലാം തന്നെ ഈ കാളവണ്ടിയിൽ തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇനിയും ഇത് തുടരാൻ തന്നെയാണ് തീരുമാനം. ഇതൊരു പ്രതിഷേധത്തിൻ്റെ ഭാഗമോ ഒന്നുമല്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും നമുക്ക് ഇത്തരത്തിലുള്ള കാഴ്ചകൾ ഗ്രാമപ്രദേശങ്ങളിലെല്ലാം തന്നെ കാണുമ്പോൾ അതും മനസ്സിനേറെ ഒരു സന്തോഷം നൽകുന്ന ഒരു കാഴ്ച. ചെറുതുരുത്തി സമീപ സ്ഥലങ്ങളിലൊക്കെ കാളവണ്ടികളൊക്കെ കുറേ കാലം മുമ്പ് വരെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് എല്ലാം അപ്രത്യക്ഷമായി തുടങ്ങിയത്. അപ്പോൾ ഈ കാളവണ്ടി മനോഹരമായി അങ്ങനെ ഓടട്ടെ ഒരുപാട് ദൂരം.